അൽഫലാഖ് സർവകലാശാല എങ്ങനെ ഭീകരന്മാരുടെ ഹബ്ബായി മാറി എന്നതിനെ സംബന്ധിച്ചാണ് ഫരീദാബാദ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘം അഥവാ SITക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഫരീദാബാദ് പോലീസ് കമ്മീഷണർ SK ഗുപ്തയാണ് ഈ SIT രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ASP റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഹരിയാന DGP OP ഗുപ്ത ഈ അൽഫലാഖ് സർവകലാശാല ക്യാമ്പസ് സന്ദർശിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഈ സർവകലാശാല എങ്ങനെ ഈ ഭീകരരുടെ ഹബ്ബായി എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തിന് ഇപ്പോൾ ഫരീദാബാദ് പോലീസ് രൂപം നൽകിയിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഈ ഭീകരന്മാരുടെ ഹബ്ബായി മാറിയതിനു ശേഷവും എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്ക് അത് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്നതിനെ സംബന്ധിച്ചും വിശദമായ അന്വേഷണം ഈ SIT നടത്തുമെന്നാണ് ഹരിയാന പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഡോക്ടർമാർ മാത്രമല്ല, സർവകലാശാലയിൽ മുമ്പ് പഠിച്ചിരുന്ന ചില എഞ്ചിനീയർമാരും IS ഭീകര സംഘടനയിൽ ചേർന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും പോലീസിന് ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. ഈ അൽഫലാഖ് സർവകലാശാലയിലെ ചെയർമാനും രജിസ്ട്രാർക്കുമെതിരെ EDയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഷാർജയിൽ ഈ ചെയർമാനുള്ള അതായത് സിദ്ദിഖിക്കുള്ള 2 പ്രോപ്പർട്ടികളെ സംബന്ധിച്ച് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അൽഫലാഖ് സർവകലാശാലയുടെ നിയന്ത്രണത്തിലുള്ള ട്രസ്റ്റിന് ലഭിച്ചിരിക്കുന്ന വിദേശ സാമ്പത്തിക സഹായത്തെ സംബന്ധിച്ചുള്ള അന്വേഷണവും ED നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് സർവകലാശാലയിൽ എങ്ങനെ ഭീകരന്മാരുടെ ഹബ്ബായി എന്ന് മനസ്സിലാക്കുന്നതിനായി ഇപ്പോൾ പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുവാൻ ഫരീദാബാദ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്.